السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ഭാഗം 28. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹം, അവിടുത്തെ റഹ്മത്ത് ഈ ഭൂമിയിൽ എല്ലാ മുഅ്മിനീങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായ മഹാനായ ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു, ആ ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു, അതുപോലെ അബു ശൈഖ് അൽ ഇസ്ബഹാനി റളിയല്ലാഹു അൻഹു, അതുപോലെ മഹാനായ ഇബ്നുൽ മുഖരി റളിയല്ലാഹു അൻഹു വലിയ ഹദീസ് പണ്ഡിതന്മാരാണ്. ആ മഹാനവർകൾ ബഹുമാനപ്പെട്ട ഇബ്നുൽ മുഖരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ ഇബ്നുൽ മുഖരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും അതുപോലെ മഹാനായ ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു, അതുപോലെ അബു ശൈഖ് അൽ ഇസ്ബഹാനി റളിയല്ലാഹു അൻഹു, ഞങ്ങൾ മൂന്നാളുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹറം ഷരീഫിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത വിശപ്പുണ്ടായി, വല്ലാത്ത പൈക്കാൻ തുടങ്ങി, തിന്നാനൊന്നും നമ്മുടെ കയ്യിലില്ല. ആകെ ടെൻഷനായി, ബേജാറായി, ശക്തമായ പൈപ്പുണ്ട് മൂന്നാളുകൾക്കും. ആ സമയത്ത് ബഹുമാനപ്പെട്ട മഹാനായ അബു ശൈഖ് അൽ ഇസ്ബഹാനി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഇവിടെ ഇരിക്കാം, ഒന്നിരിക്കലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് തരും, അല്ലെങ്കിൽ ഇവിടെ തന്നെ മരിക്കാം, എന്തോ ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ മുഖരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അവിടെ ഉറങ്ങിപ്പോയി. അതുപോലെ അബു ശൈഖ് അൽ ഇസ്ബഹാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറങ്ങിപ്പോയി. ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു ആണെങ്കിലോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ജാലിസുൻ യൻദുറു ഇലാ ഷൈഇൻ, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു അലവിയായ ഒരു മനുഷ്യൻ, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ അവിടെ വരുന്നു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് ഞങ്ങളുടെ വാതിൽ മുട്ടി, റൂമിൻ്റെ വാതിൽ മുട്ടിയപ്പോൾ, വാതിൽ തുറന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ കൂടെ 2 അടിമകളുണ്ട്, 2 കുട്ടികളുണ്ട്. അങ്ങനെ ഓരോ കുട്ടികളുടെ കയ്യിലും ഓരോ ഭക്ഷണത്തിൻ്റെ പൊതിയുണ്ട്, കെട്ടുണ്ട്. അങ്ങനെ സുബ്ഹാനല്ലാഹ് ധാരാളം ഭക്ഷണമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ മൂന്നാളും അത് തിന്നു. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ വിചാരിച്ചു ബാക്കിയുള്ളതിനെ അദ്ദേഹം തിരിച്ചു കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇല്ല, ബാക്കിയുള്ളതിന് അങ്ങനെ തന്നെ അദ്ദേഹം ഒഴിവാക്കി അവർ പോയി. അങ്ങനെ പോയി ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഈ അലവിയായ ഈ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഈ ഭക്ഷണം കൊണ്ടുവന്ന ഈ മനുഷ്യൻ നമ്മോട് ചോദിച്ചു, യാ ഖൗമി അശകൗതും ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബേജാറ് പറഞ്ഞല്ലേ, വിശക്കുന്നുണ്ട്, പൈക്കുന്നുണ്ട്, നബി തങ്ങളോട് ബേജാറ് പറഞ്ഞല്ലേ? ആ അതെ, ഫൈന്നീ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ നബി തങ്ങളെ കണ്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. എന്നിട്ട് നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന് ആ അലവിയായ മനുഷ്യൻ പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് പൈച്ചിരിക്കുന്ന ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം അബൂബക്കർ ഇബ്നുൽ മുഖരി റളിയല്ലാഹു അൻഹു, അബു ശൈഖ് അൽ ഇസ്ബഹാനി റളിയല്ലാഹു അൻഹു, വലിയ പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ, അവരതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിൽ ബേജാറ് പറഞ്ഞ് പൈക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ റിസ്ക് വരണം, അല്ലെങ്കിൽ മരിക്കണമെന്ന് ഇങ്ങനെ ബേജാറ് പറഞ്ഞു. നബി തങ്ങളോട് ഒരു ബേജാറ് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതാ സ്വപ്നത്തിലൂടെ ആ അലവിയായ മനുഷ്യനിക്ക് സ്വപ്നത്തിലൂടെ അറിയിച്ചു, അദ്ദേഹം ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. ഇതാണ് റഹ്മത്ത്. ആ ഹബീബിൻ്റെ റഹ്മത്തും ആ ഹബീബിൻ്റെ ശഫാഅത്തും ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്കും നൽകുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.